നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. ESI തൊടുപുഴ ശാഖ ഓഫീസ് ഉദ്ഘാടനം കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിച്ചു. സ്ഥലം കണ്ടെത്തിയാൽ ജില്ലയിൽ ESI ഓഫീസിനും ഡിസ്പെൻസറിക്കുമായി സ്വന്തം കെട്ടിടവും ആശുപത്രിയും ഉണ്ടാകുമെന്ന് മന്ത്രി. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മർത്തിക്കണ്ടത്തിന് സ്വീകരണം നൽകി. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കുമളിയിൽ പ്രകടനം നടന്നു. പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഗൾഫ് റിട്ടേണേഴ്സ് ഓർഗനൈസേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രൂപം കൊണ്ട താലൂക്ക് ഗൾഫ് റിട്ടേൺ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചു. മത്സരങ്ങൾ ജോസഫ് വാഴക്കൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരം ഗതാഗതക്കുരുക്കിൽ അമരുമ്പോഴും ലക്ഷങ്ങൾ മുടക്കി KSRTC ജംഗ്ഷനിൽ സ്ഥാപിച്ച ഇലക്ട്രോണിക് സിഗ്നൽ സംവിധാനം നോക്കുകുത്തിയാവുന്നു. വിജ്ഞാനമാതാ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഡിവൈൻ പോട്ട ടീമുകളുടെ നേതൃത്വത്തിൽ നടത്തിയ വിശ്വാസവർഷ കൺവെൻഷൻ സമാപിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് 5 ദിവസങ്ങളിലായി നടന്ന വിശ്വാസവർഷ കൺവെൻഷനിൽ പങ്കെടുത്തത്. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ESI തൊടുപുഴ ശാഖ ഓഫീസ് ഉദ്ഘാടനം കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിച്ചു. ESI ബ്രാഞ്ച് ഓഫീസ് കൂടി വന്നതോടുകൂടി ESI ഡിസ്പെൻസറി ഉണ്ട്, ബ്രാഞ്ച് ഓഫീസർ വന്നു. അതോടുകൂടി തൊടുപുഴയുടെ ESIയുടെ ഭൂപടയത്തിൽ തൊടുപുഴയുടെ സ്ഥാനത്തിന് വലിയ തൊടുപുഴയ്ക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. ഡിസ്പെൻസറി മാത്രമല്ല, ബ്രാഞ്ച് ഓഫീസ് കൂടെ വന്ന സാഹചര്യത്തിൽ തൊടുപുഴയുടെ പ്രാധാന്യം ESI കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം തൊടുപുഴയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു, സമീപഭാവിയിൽ തന്നെ ഈ ബ്രാഞ്ച് ESI ഡിസ്പെൻസറിക്കും ഇന്ന് വാടകഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ബ്രാഞ്ച് ഓഫീസിനും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതാണ്. അതിന് ആവശ്യമായ സ്ഥലം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ, മുനിസിപ്പാലിറ്റിയോ ജില്ലാ ഭരണകൂടമോ ചൂണ്ടിക്കാണിച്ചാൽ ESI കോർപ്പറേഷൻ ആ ലാൻഡ് അക്വയർ ചെയ്യാൻ തയ്യാറാണ്. അതിന് പണം നിങ്ങൾ തരേണ്ട, സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളെ ഇത്ര ഇഷ്ടംപോലെ പണമുണ്ട്, പൈസ ഞങ്ങൾ കൊടുത്ത് ലാൻഡ് അക്വയർ ചെയ്യാം. അപ്പൊ ബഹുമാനപ്പെട്ട MPയും ബഹുമാനപ്പെട്ട MLA നിലയിൽ മന്ത്രിയും ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിച്ചാൽ തീർച്ചയായും വളരെ താമസിയാതെ തന്നെ ഈ ഡിസ്പെൻസറിക്കും ESI ബ്രാഞ്ച് ഓഫീസിനും നമുക്ക് സ്ഥലം കണ്ടെത്തിയാൽ ജില്ലയിൽ ESI ഓഫീസിനും ഡിസ്പെൻസറിക്കുമായി സ്വന്തം കെട്ടിടവും ആശുപത്രിയും ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി PJ ജോസഫ് അധ്യക്ഷനായിരുന്നു. PT തോമസ് MP മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ TJ ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ജോസ്, നഗരസഭാ കൌൺസിലർ ഷീജ ജെൻ, റീജിയണൽ ഡയറക്ടർ TM ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുട്ടികൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ സന്ദർശിച്ചു. പോലീസ് സ്റ്റേഷനിലെത്തിയ കുട്ടികളെ മധുരപലഹാരങ്ങൾ നൽകി പോലീസുകാർ സ്വീകരിച്ചു. വയർലെസ് സെറ്റുകൾ, തോക്കുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് പോലീസുകാർ മറുപടി നൽകി. പോലീസ് സ്റ്റേഷനെ കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് പോലീസ് സ്റ്റേഷൻ സന്ദർശനം നടത്തിയതെന്ന് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇതുപോലുള്ള പഠന പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിന് നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് തൊടുപുഴ CI സജി മാർക്കോസ് പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുമായിട്ട് ഫൗണ്ടേഷന്റെ കോ-ഫൗണ്ടറാണ്. കുട്ടികൾ പോലീസിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ഇപ്പോൾ പോലീസുമായിട്ട് കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നതോടെ ചെറുതോണി ഡാമിന്റെ വെർട്ടിക്കൽ ഗേറ്റ് വഴിയുള്ള വെള്ളത്തിന്റെ ചോർച്ച വൻതോതിൽ വർദ്ധിച്ചു. അറ്റകുറ്റപ്പണിയിലെ അപാകത മൂലം KSEBക്ക് കോടികളുടെ നഷ്ടം. ഇടുക്കി അണക്കെട്ടിൽ 20 ദിവസത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളമേ ഉള്ളൂ. എന്നിട്ടും ചോർച്ച അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വെർട്ടിക്കൽ ഗേറ്റ് വഴി നേരിയ തോതിൽ വെള്ളം ഒഴുകിയിരുന്നു. 5 മാസമായി അമിതമായി വെള്ളം ഒഴുകുകയാണ്.
ഇടുക്കി ചെറുതോണി ഡാമുകളിൽ കാലാകാലങ്ങളിൽ നടത്തേണ്ട പുനരുദ്ധാരണ ജോലികൾ നടന്നിട്ടില്ല. മുൻകാലങ്ങളിൽ ഡാമിന്റെ പുനരുദ്ധാരണ ജോലികൾ നടത്തിയതിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഡാമുകളുടെ സംരക്ഷണ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടറെ 2 മാസം മുമ്പ് കൈക്കൂലി കേസിൽ തൊടുപുഴ വിജിലൻസ് ഡിവൈഎസ്പി പിടികൂടിയിരുന്നു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മർത്തിക്കണ്ടത്തിലിന് സ്വീകരണം നൽകി. വികാരി ഫാദർ ജോസ് മൈലാടിയാത്ത്, ന്യൂമാൻ കോളേജ് ബസാർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, ട്രസ്റ്റിമാരായ ദേവസ്യ കുറുവക്കാട്ട്, ജോണി മൂന്നുമാവുങ്കൽ, പാരിഷ് കൗൺസിൽ അംഗങ്ങളായ NB വർക്കി നിരപ്പൽ, ബേബി ആലപ്പാട്ട്, ജോർജ് തയ്യൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടന്നുവന്ന വിശ്വാസ വർഷ കൺവെൻഷനിൽ ശനിയാഴ്ച പോട്ട ഡിവൈനിലെ ഫാദർ വിൽസൺ കുഴിതടത്തിൽ വചന പ്രഘോഷണം നടത്തി. പ്രഭാഷകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ് കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി നൽകുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം, പ്രഭാഷകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി തരുന്നത്. വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്ന. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന വിശ്വാസ വർഷ കൺവെൻഷനിൽ പോട്ട ഡിവൈനിലെ ഫാദർ ജോസ് തടത്തിൽ വചന പ്രഘോഷണം നടത്തി. ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അമ്മച്ചി പറഞ്ഞതറിയാവോ? എനിക്ക് ധ്യാനത്തിൽ വെച്ച് കർത്താവിനോട് സംസാരിക്കാനുള്ള ഭാഷ കിട്ടി. ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല കർത്താവിനോടാണ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരോട് സംസാരിക്കണം? കർത്താവിനോട് സംസാരിക്കണമെങ്കിൽ ഏത് ഭാഷ വേണം? കർത്താവിനോട് സംസാരിക്കാനുള്ള ഒരു ഭാഷ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭാഷാവരം. പ്രൈസ് ദി ലോർഡ്. ഇത് കിട്ടിയാൽ എന്താ ഗുണം? ഇത് ലഭിച്ചാൽ എന്താ ഗുണം? അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 14:2. ദൈവത്തിലേക്ക് തിരിയാനുള്ള ആദ്യപടിയാണ് പശ്ചാത്താപമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ വിജ്ഞാനമാതാ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഡിവൈൻ പോട്ട ടീമുകളുടെ നേതൃത്വത്തിൽ നടത്തിയ വിശ്വാസ വർഷ കൺവെൻഷന്റെ സമാപന ദിവസം പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ദൈവവചനം ശ്രവിച്ച് പാപമോചനം നേടി ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായി സന്തോഷത്തോടെ ആയിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ ഇത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ദൈവവചനം ശ്രവിക്കുകയായിരുന്നു. ആ വചനം നമ്മളെ വിശുദ്ധീകരിച്ചു. പാപമോചന കുദാശ വഴിയായിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം ദൈവം മോചിച്ചു. ട്രേഡ് യൂണിയനുകൾ നടത്താനിരുന്ന പണിമുടക്ക് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും പണിമുടക്കിൽ നിന്നും പിന്മാറി കൂടുതൽ ചർച്ചയ്ക്ക് തൊഴിലാളികൾ തയ്യാറാകണമെന്നും കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. ബോണസിന്റെ പരിധി ഉയർത്തൽ, ഗ്രാറ്റുവിറ്റിയിൽ മാറ്റം വരുത്തുന്നത് തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. PT തോമസ് MP, നഗരസഭാ ചെയർമാൻ TJ ജോസഫ്, V സുബ്രഹ്മണ്യൻ, TM ജോസഫ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ തൊഴിൽ മന്ത്രാലയം ഈ തൊഴിൽ പണിമുടക്ക് ആഹ്വാനം ചെയ്ത തൊഴിലാളി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായി ഡൽഹിയിൽ ചർച്ച നടത്തുകയുണ്ടായി. അവരോട് സമരത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചു. പക്ഷേ അവർ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരുന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതെല്ലാം പരിഹരിക്കാമെന്ന് പറയുകയുണ്ടായി. പക്ഷെ അവരുന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്ന മെയിൻ ഡിമാൻഡ് എന്ന വിലക്കയറ്റം തടയുക, അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഓഹരി ഇട്ടിരിക്കുന്ന അത് അവസാനിപ്പിക്കുക, അതുപോലെ കൂടുതൽ തൊഴിലവസരം. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ചെളിമടക്കവലിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ MLA, ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാക്കളായ സുനിൽകുമാർ, അനിത, തമിഴ് ഘടകം സെക്രട്ടറി KS മഹേന്ദ്രൻ, R തിലകൻ, PA രാജു എന്നിവർ പ്രസംഗിച്ചു.
സുധാകരൻ പോലും, സുധാകരൻ എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ആളാണ് കേട്ടോ, സുധാകരൻ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് അത് പറയുന്നേയില്ല. സുധാകരൻ അത് പറയാൻ വേണ്ടി മസ്കറ്റിൽ പോവുകയാണ്. എന്നിട്ട് മസ്കറ്റിലെ പത്രക്കാരോട് ഈ കാര്യങ്ങൾ പറയാൻ. എന്തൊരു വൃത്തികെട്ട ഭാഷയാണ് ഉപയോഗിച്ചത്. ഏതെങ്കിലും ഒരു സംസ്കാര സമ്പന്നനെ ആ തരത്തിൽ KSRTE CITU നേതൃത്വത്തിൽ നടത്തിയ KSRTC സംരക്ഷണ പ്രചാരണ വാഹന ജാഥ സമാപന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. KSRTE CITU ജനറൽ സെക്രട്ടറി ജോസ് ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ ബസ്സുകൾ ഇറക്കാതിരിക്കുന്നതോടുകൂടി പുതിയ സർവീസുകൾ ആരംഭിക്കാതിരിക്കുന്നതോടുകൂടി ക്യാൻസലേഷന്റെ തോത് വർദ്ധിക്കുന്നതോടുകൂടി KSRTC നിലനിൽപ്പ് ഇന്നുള്ളതിനേക്കാളും വലിയ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. ഗവൺമെന്റിന് സംരക്ഷിക്കാൻ കഴിയാത്ത വിധം, നാട്ടുകാർക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത വിധം, ആർക്കും പരിഗണിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള തകർച്ചയെ KSRTC നേരിടുമെന്ന കാര്യത്തെ സംബന്ധിച്ച് അസോസിയേഷൻ തർക്കിക്കുന്നത് 2006 ഇതേ സ്ഥിതിയായിരുന്നു. KSRTC തീരെ വലിയ നഷ്ടത്തിലായിരുന്നു. 3000 താഴെ ഷെഡ്യൂൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. KSRTC തിരിച്ചു കൊടുക്കാൻ നല്ലതെന്ന് അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. ആ ഗവൺമെന്റ് 2001 അധികാരത്തിൽ വന്നപ്പോ KSRTCയുടെ നാശം പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ വികസനം അനാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കേരള നിയമസഭയിൽ ഒരു ധർമ്മപത്രം പ്രഖ്യാപിച്ച് തൊഴിലാളികളെ പിരിച്ചുവിട്ട് തൊഴിലാളികളെ പുതുതായി നിയമിക്കാതെ വർക്ക്ഷോപ്പുകൾ ജില്ലാ ലേബർ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പള്ളിച്ചിറയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും നടത്തി. കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സെലിം ജെറോം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജാഥ പോലെ അന്യസംസ്ഥാനത്ത് നിന്ന് പണിയെടുക്കുവാൻ വന്ന ആളുകൾ ചായക്കടയിലേക്ക് മറ്റും പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്യസംസ്ഥാനത്ത് നിന്ന് ഇതുപോലെ കുറേ ആളുകൾ നമ്മുടെ ഈ സ്ഥലങ്ങളിൽ പണിയെടുക്കുവാൻ വന്നില്ലായിരുന്നു എങ്കിൽ നമുക്കുടെ പണികളെല്ലാം അവതാളത്തിൽ ആകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മളുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ താലൂക്കിൽ എവിടെയായാലും ഇതുപോലെ പണിയെടുത്തുകൊണ്ടിരുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു. അവരുടെ മക്കളായിട്ട് ഈ പണിയിലേക്ക് ഏർപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ എണ്ണം കൂട്ടുവാൻ സാധിക്കൂ. പക്ഷേ ഇന്ന് അങ്ങനെ എനിക്ക് പറഞ്ഞാൽ കബറുവെട്ടുകാർ, നമുക്ക് പണ്ടൊക്കെ എത്ര പേര് കബറുവെട്ടുകാരുണ്ടായിരുന്നു. ആ മാതാപിതാക്കളുടെ മാമൂലനുസരിച്ച് മക്കളും കബറുവെട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൾ കേരള ഗൾഫ് റിട്ടേണേഴ്സ് ഓർഗനൈസേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രൂപം കൊണ്ട താലൂക്ക് ഗൾഫ് റിട്ടേൺ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. 4 മലയാളികൾ ഉണ്ടെങ്കിൽ ഒരു മലയാളി രാജ്യത്തിന് വെളിയിലാണ്. അത്രയും മലയാളികൾ നമ്മുടെ മറുനാട്ടിൽ വർക്ക് ചെയ്യുന്നു. ഏതാണ്ട് 25% മലയാളികൾ കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും ഇവിടെയുള്ള കുടുംബങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ നമ്മുടെ ഈ താലൂക്ക് കേന്ദ്രീകരിച്ചിട്ട് ഈ സഹകരണ സംഘം തുടങ്ങിയിരിക്കുന്നത്. ഇവരെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഈ സഹകരണ സംഘം നല്ല നിലയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗൾഫ് മലയാളികളുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട്. കൊള്ളക്കാലമായി അവിടെ പോകുമ്പോഴും അവരിവിടെ വരുമ്പോഴും എല്ലാം ബന്ധപ്പെടാറുണ്ട്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ധാരാളം അസോസിയേഷൻസ് ഉണ്ട്. ഇവർക്കെല്ലാം ഞാൻ ഭാവുകങ്ങൾ നേരുന്നു. ഇന്ന് ധൃതി പിടിച്ച് ധാരാളം പരിപാടികളുള്ളതുകൊണ്ട് ഞായറാഴ്ചയാണ് വളരെ ആളുകളെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇനി ഒരു ചടങ്ങിൽ AKGRO സംസ്ഥാന പ്രസിഡന്റ് S. അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ടൗൺപള്ളി വികാരി റവറൻ ഫാദർ ജോസ് മോനിപ്പിള്ളി, VB മത്തായി, ജോൺ നെടിയപ്പാല, ജോൺ പൊളിമോട്ടിൽ, K. ദീപക്, ഷീജ ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ESA തൊടുപുഴ ശാഖ ഓഫീസ് ഉദ്ഘാടനം കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിച്ചു. സ്ഥലം കണ്ടെത്തിയാൽ ജില്ലയിൽ ESA ഓഫീസിനും ഡിസ്പെൻസറിക്കുമായി സ്വന്തം കെട്ടിടവും ആശുപത്രിയും ഉണ്ടാകുമെന്ന് മന്ത്രി. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മർത്തിക്കണ്ടത്തിന് സ്വീകരണം നൽകി.
ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കുമളിയിൽ പ്രകടനം നടന്നു. പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഗൾഫ് റിട്ടേണേഴ്സ് ഓർഗനൈസേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രൂപം കൊണ്ട താലൂക്ക് ഗൾഫ് റിട്ടേൺ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചു. മത്സരങ്ങൾ ജോസഫ് വാഴക്കൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരം ഗതാഗതക്കുരുക്കിൽ അമരുമ്പോഴും ലക്ഷങ്ങൾ മുടക്കി KSRTC ജംഗ്ഷനിൽ സ്ഥാപിച്ച ഇലക്ട്രോണിക് സിഗ്നൽ സംവിധാനം നോക്കുകുത്തിയാവുന്നു. വിജ്ഞാനമാത പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഡിവൈൻ പോട്ട ടീമുകളുടെ നേതൃത്വത്തിൽ നടത്തിയ വിശ്വാസവർഷ കൺവെൻഷൻ സമാപിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് 5 ദിവസങ്ങളിലായി നടന്ന വിശ്വാസവർഷ കൺവെൻഷനിൽ പങ്കെടുത്തത്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.